സംസ്ഥാനത്ത് ലഹരിക്കണ്ണികൾ പൊട്ടിച്ച് മുന്നേറുകയാണ്. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല തുടക്കമിട്ട ഓപ്പറേഷൻ തൂഫാൻ. ലഹരി വ്യാപിക്കുന്നുവെന്ന പരാതികൾ കേട്ടും അടുത്ത മലയാളികൾ ഒരു ആക്ഷൻ കണ്ടത് ഓപ്പറേഷൻ തൂഫാനിലൂടെയാണ്. മുഖം നോക്കാതെയുള്ള നടപടികൾ. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ അധ്യാപികമാരുടെ അറസ്റ്റ് അടക്കം എത്രയെത്ര കേസുകൾ. അങ്ങനെ വിവിധ ഓപ്പറേഷനുകളിലായി പോലീസ് പിടികൂടിയ 750 കിലോ കഞ്ചാവാണ് ഇന്ന് പുലർച്ചെ കൊച്ചി പോലീസ് കത്തിച്ചു കളഞ്ഞത്. ബ്രഹ്മപുരം മാലിന്യ സംസ്കരണ കേന്ദ്രത്തിലായിരുന്നു നടപടി. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട്. ആജ്ഞയിലേക്ക് എത്താം. അതിനു മുൻപ് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറുടെ പ്രതികരണത്തിലേക്ക്. അല്ല, നമുക്കിത് ഏകദേശം 1 ഇയർ കൂടുതൽ കൊച്ചി സിറ്റിയിൽ സീസ് ചെയ്ത ഡ്രഗ് ഐറ്റംസാണ് നമ്മൾ ഇന്ന് കത്തിക്കരുത്. ഇതിൽ പലതരപ്പെട്ട ഇതുകൊണ്ട് ഏറ്റവും കൂടുതലായിട്ടുള്ളത് കഞ്ചാവാണ്. 540 കിലോ കൂടുതലാണ്. പിന്നെ ഹാഷിഷ് ഓയിലുണ്ട്, MDMA ഉണ്ട്, ബ്രൗൺ ഷുഗർ ഉണ്ട്, നൈട്രജൻ ടാബ്ലറ്റ്സ് ഉണ്ട്. ഇത്ര കൂടുതൽ കാര്യങ്ങൾ ഇപ്പോൾ ഒരുമിച്ച് കത്തിക്കരുത്. നോട്ട് ഓൺലി ഒരു മെസ്സേജിങ് ആയിട്ട് ഇരിക്കട്ടെ എന്നാണ്. അതുപോലെ നമുക്ക് എല്ലാവർക്കും ഒരു അവയർനെസ് വേണം. ഇത്തരം സാധനം നേരത്തെ ഉണ്ടായിരുന്നത് നമ്മളുടെ എഫേർട്ട് കൊണ്ട് നമുക്ക് കൺട്രോൾ ചെയ്യാം. ബ്രഹ്മപുരത്തെ ഇൻസിനറേറ്റർ ഉപയോഗിച്ചുകൊണ്ട് ഈ ഹ്യൂജ് ക്വാണ്ടിറ്റി നമ്മൾ കത്തിക്കുകയാണ്. ഇത് കത്തിച്ചാൽ പോലും നമുക്കിവിടെ ഈ പുക കൊണ്ട് യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ലാത്ത രീതിയിൽ ഫിൽട്ടർ ചെയ്ത് പുകയിൽ നിന്ന് ഉള്ള ചെറിയ വിഷാംശങ്ങൾ പോലും ഒഴിവാക്കിക്കൊണ്ട് ഏറ്റവും സേഫായിട്ടാണ് നമ്മളിത് കത്തിക്കുന്നത്. ആജ്ഞ രവീന്ദ്രനിലേക്ക്. ആജ്ഞ, കൊച്ചി സിറ്റി പരിധിയിൽ മാത്രം 750 കിലോ കഞ്ചാവാണ് പോലീസ് ഈ കഴിഞ്ഞ ചെറിയൊരു കാലയളവിനിടെ പിടികൂടിയത്. അത് കത്തിച്ച് കളയുന്നു. അതായത് കഞ്ചാവിൻ്റെ വേരിറക്കാനുള്ള, ലഹരിയുടെ വേരിറക്കാനുള്ള പോലീസിന്റെ നടപടി ഇത് പൂർണ്ണമായും നശിപ്പിക്കുകയാണ്. പക്ഷെ കൊച്ചി സിറ്റി പരിധിയിൽ മാത്രം ഇത്രയധികം കോടികളുടെ കഞ്ചാവ് പിടികൂടുന്നുണ്ടെങ്കിൽ സംസ്ഥാനത്താകെ എത്രത്തോളം ഉണ്ട് എന്നതാണ് ഏറെ ഞെട്ടിപ്പിക്കുന്ന, ഏറെ ഗൗരവമായി ചിന്തിക്കേണ്ട കാര്യം. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കൊച്ചിയിലാണ് ആദ്യം നടപടികൾക്ക് തുടക്കമിട്ടിരിക്കുന്നത്. ഇത് ഏതൊക്കെ മേഖലകളിൽ നിന്നും പിടികൂടിയ കഞ്ചാവാണ്? ഈ കഞ്ചാവിനപ്പുറം മറ്റ് ലഹരി വസ്തുക്കളും പിടികൂടുന്നുണ്ടല്ലോ, MDMA ഉൾപ്പെടെ. അതെങ്ങനെയാണ് നശിപ്പിക്കുക? അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിവരങ്ങൾ സിറ്റി പോലീസ് കമ്മീഷണർ വിശദീകരിച്ചിരുന്നു? 7.5 കോടിയുടെ മയക്കുമരുന്നാണ് കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ കൊച്ചി സിറ്റി പോലീസ് പിടിച്ചെടുത്ത മയക്കുമരുന്നാണെന്ന് ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിൽ നിന്ന് കത്തിച്ചത് കൂട്ടിയിട്ട് കത്തിക്കുകയായിരുന്നില്ല. അവിടുത്തെ പ്രത്യേക ഈ ബർണസ് ഉപയോഗിച്ച് കത്തിച്ച്, അതായത് പരിസര മലിനീകരണം അല്ലെങ്കിൽ മറ്റ് ആളുകൾക്കോ ജീവനക്കാർക്കോ ഒക്കെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാത്ത തരത്തിൽ, അതല്ലെങ്കിൽ അത് മറ്റുള്ള കൂടെ നിൽക്കുന്ന അല്ലെങ്കിൽ ചുറ്റുവട്ടം നിൽക്കുന്ന ആളുകൾക്ക് ശ്വസിക്കാൻ ഉള്ള സാഹചര്യം ഇല്ലാത്ത തരത്തിൽ അത്രയും സേഫ് ആയിട്ടാണ് അത് കത്തിച്ചിരിക്കുന്നത്. സാനിറ്ററി നാപ്കിൻസ് ഒക്കെ എരിച്ചു കളയാൻ ഉപയോഗിക്കുന്ന പ്രത്യേകതരം സിനറേറ്റർ ഉപയോഗിച്ചിട്ടാണ് ഇത് കത്തിച്ചിട്ടുള്ളത്. എന്തായാലും അങ്ങനെ ഒരു പ്രത്യേകത, അതായത് ഇത്തരത്തിൽ മാലിന്യ വസ്തുക്കൾ പുറത്തേക്ക് അതിന്റെ വായു മലിനീകരണമോ അല്ലെങ്കിൽ മറ്റ് അന്തരീക്ഷ മലിനീകരണം ഉണ്ടാകാത്ത തരത്തിലുള്ള ഒരു സിനറേറ്ററാണ് ഇത് ഉപയോഗിച്ചിരിക്കുന്നത്. അങ്ങനെയാണ് ആ ഒരു പ്രത്യേക തരത്തിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ബർണസാണ്. അതിനുള്ളിലേക്ക് ഇത് ഇട്ട് ഈ കഞ്ചാവ്, അതുപോലെ MDMA, ബ്രൗൺ ഷുഗർ തുടങ്ങിയ ഈ കഴിഞ്ഞ ഒരു വർഷം കൊച്ചി സിറ്റി പോലീസിന്റെ നേതൃത്വത്തിൽ പിടിച്ചെടുത്തിട്ടുള്ള വസ്തുക്കളാണ് എരിച്ചു കളഞ്ഞത്. അത് വളരെയധികം സേഫായിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷെ അതിന് പ്രത്യേക അനുമതി വേണം. അതിന് കോടതിയുടെ അടക്കം അനുമതി വേണം. അതുപോലെ കോർപ്പറേഷന്റെ പ്രത്യേക അനുമതി വേണം. ഇത്തരത്തിൽ ആ അനുമതിക്ക് അതിനുശേഷമുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷമാണ് കൊച്ചി സിറ്റി പോലീസ് ഇത്തരത്തിലൊരു ഉദ്യമത്തിലേക്ക് കടന്നിട്ടുള്ളത്. പക്ഷെ പിടിച്ചെടുത്ത കഞ്ചാവിന്റെ അളവ് എന്ന് പറയുന്നത് 587 കിലോഗ്രാമാണ്. ആ കഞ്ചാവ്, അതായത് ഒരു വർഷത്തിനുള്ളിൽ ഈ കൊച്ചി സിറ്റിയിൽ നിന്ന് മാത്രം 587.84 കിലോഗ്രാം കഞ്ചാവാണ് പിടിച്ചെടുത്തിട്ടുള്ളത്. അതുപോലെ MDMAയുടെ കണക്ക് 2.46 കിലോഗ്രാമാണ് MDMA പിടിച്ചെടുത്തിട്ടുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട കണക്ക് ഹാഷിഷ് ഓയിൽ 1.4
1.9 കിലോഗ്രാം ഹാഷിഷ് ഓയിൽ പിടിച്ചെടുത്തു. ഇങ്ങനെ നിരവധി തരത്തിലുള്ള ടാബ്ലറ്റ്സ് ഉൾപ്പെടെയുള്ള മയക്കുമരുന്ന് സബ്സ്റ്റൻസസ് പിടിച്ചെടുക്കുന്ന സാഹചര്യവും അത് ഈ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗവുമായിട്ടുള്ളത് ഏറ്റവും അവസാനം പിടിച്ചെടുത്ത ഏറ്റവും വലിയ അളവ് എന്ന് പറയുന്നത് കൊച്ചിയിൽ തന്നെ പെരുമ്പാവൂരിലെ നമുക്കറിയാം 18 കിലോഗ്രാം ഹൈബ്രിഡ് കഞ്ചാവാണ്. അങ്ങനെ അത് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. അത് ആലുവ റൂറലിന്റെ പരിധിയിലാണ്. എന്നിരുന്നാൽ പോലും അത്ര വലിയ അളവിൽ കഞ്ചാവ് തന്നെ കൊച്ചി സിറ്റിയിൽ നിന്നും എറണാകുളത്ത് നിന്നും പിടിച്ചെടുക്കുന്നുവെന്ന് തന്നെ അങ്ങേയറ്റം ഭയപ്പെടുത്തുന്ന സാഹചര്യമാണ്. എന്തായാലും ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായിട്ട് നമുക്കറിയാം ലഹരിയുടെ ഹബ്ബാണ് കൊച്ചി. കാരണം കൊച്ചി കേന്ദ്രീകരിച്ചാണ് പല ലഹരി ഇടപാടും നടക്കുന്നത്. DJ പാർട്ടികളുടെ മറവിലുള്ള ലഹരി ഇടപാടുകൾ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ പെരുമ്പാവൂരിലെ ഹൈബ്രിഡ് കഞ്ചാവ് കേസ്, നെടുമ്പാശ്ശേരിയിലേക്ക് വിദേശ രാജ്യങ്ങളിൽ നിന്നും ലഹരി എത്തിക്കുന്ന നിരവധിയായിട്ടുള്ള സംഭവങ്ങൾ, അങ്ങനെ ഓരോ ദിവസങ്ങളിലും കൊച്ചി നഗരപരിധിയിലും റൂറൽ പരിധിയിലുമായി നിരവധി ലഹരി കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ലഹരിയുടെ വേരിറക്കാൻ വേണ്ടിയുള്ള നടപടികൾ, അതായത് ആഭ്യന്തരമന്ത്രി നേരിട്ട് തന്നെ പെരുമ്പാവൂരിലെത്തുന്നു. അവിടെ ഈ ഓപ്പറേഷൻ തൂഫാന്റെ പ്രചാരണ പരിപാടിക്ക് തുടക്കമിട്ടത് തന്നെ പെരുമ്പാവൂരിലാണ്. അതിനുശേഷം അത് വിപുലമായി തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. പോലീസ് വരും ദിവസങ്ങളിലും ഇതിന്റെ പരിശോധന ഉണ്ടാകുമോ? ഇതിന്റെ നടപടികൾ അത് ഏതൊക്കെ തലങ്ങളിലേക്കായിരിക്കും വ്യാപിക്കുക? പലപ്പോഴും പറയുന്നുണ്ട്, അതായത് ഈ ലഹരിയുടെ ചില കണ്ണികളെ മാത്രമാണ് പിടികൂടുന്നതെന്ന്. പ്രധാനികൾ ഇപ്പോഴും കാണാമറയത്താണ്. അവരിലേക്കും അന്വേഷണം നീങ്ങേണ്ടതല്ലേ? അതുതന്നെയാണ് ടോം പോലീസും മുന്നോട്ട് വെക്കുന്നത്. പ്രത്യേകിച്ചും ഈ ലഹരിയുടെ ചില കണ്ണികൾ മാത്രമാണ് ഒരുപക്ഷെ കേരളത്തിലുണ്ടായത്. ഇപ്പൊ പെരുമ്പാവൂരിലെ കഞ്ചാവിന്റെ കഥ തന്നെ പറയുമ്പോൾ 18 കിലോഗ്രാം ഹൈബ്രിഡ് കഞ്ചാവ് അത് 1.5 കിലോഗ്രാമുമായി ആദ്യം പുറത്തിറങ്ങിയതാണ് അഭിജിത്ത്. അതിനുശേഷം പിന്നീട് നടത്തിയ പരിശോധനയിലാണ് ഫ്ളാറ്റിൽ നിന്ന് ബാക്കി വന്നിരുന്ന 16 കിലോഗ്രാം കഞ്ചാവ് പോലീസ് കണ്ടെടുക്കുന്നത്. അതേസമയം തന്നെ ഈ കഞ്ചാവുമായി ബന്ധപ്പെട്ടുള്ള 11 പേരാണ് ഈ ഹൈബ്രിഡ് കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ടിപ്പോൾ നിലവിൽ പോലീസ് പിടിയിലായത്. ആലുവ റൂറൽ SP അതിന്റെ ഈ കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ മാധ്യമങ്ങൾക്ക് നൽകിയിരുന്നതാണ്. അതേസമയം താമരശ്ശേരി സ്വദേശിയായിട്ടുള്ള ഒരാൾ തായ്ലൻഡിൽ നിന്നിട്ടാണ് ഇത്തരം കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുന്നത്. കുഴൽപ്പണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതിൽ ഇൻവോൾവ് ചെയ്യിച്ചിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. അതേസമയം ഈ താമരശ്ശേരി സ്വദേശിക്കായുള്ള നീക്കം, അതായത് അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. അതിന് ഇന്റർപോളിന്റെ അടക്കമുള്ള സഹായവും പോലീസ് തേടിയിട്ടുണ്ട്. ഇത്തരത്തിൽ ടോം സൂചിപ്പിച്ചതുപോലെ ഏതൊക്കെ മേഖലയിൽ നിന്നാണ് കഞ്ചാവും അതുപോലെ മറ്റു മയക്കുമരുന്നുകളും എത്തുന്നത് എന്നുള്ള അന്വേഷണത്തിൽ തന്നെയാണ് പോലീസ്. പലയിടങ്ങളിലും ജിം കേന്ദ്രങ്ങൾ, അത്തരം ഈ ഫിസിക്കൽ ട്രെയിനിങ് കേന്ദ്രങ്ങൾ തുടങ്ങിയ ഇടങ്ങളിലേക്കും അവരുടെ ട്രെയിനറുകളൊക്കെ മയക്കുമരുന്നുകൾ ഇത്തരത്തിൽ വിൽപ്പനയ്ക്ക് വെക്കുകയും അതുപോലെ മറ്റുള്ളവർക്ക് നൽകുകയും ചെയ്യുന്ന സാഹചര്യം, 2 അധ്യാപികമാരെ പിടികൂടിയ സാഹചര്യം, ഇത്തരത്തിൽ ഞെട്ടിപ്പിക്കുന്ന തരത്തിലുള്ള സോഴ്സുകളാണ് ഈ മയക്കുമരുന്ന് ശൃംഖലയുമായി ബന്ധപ്പെട്ട് പുറത്തേക്ക് വരുന്നത്. പോലീസിനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ ആക്കുന്ന തരത്തിൽ നമ്മൾ കേട്ടുകേൾവി പോലും ഉണ്ടാവില്ല ഒരുപക്ഷെ അധ്യാപികമാർ ഇത്തരത്തിലൊരു വലിയ ശൃംഖലയുടെ ഭാഗമാകുമെന്നുള്ളത്. അതേസമയം കൊച്ചിയെ സംബന്ധിച്ചിട്ട് കുറെ കൂടി ടോം സൂചിപ്പിച്ചതുപോലെ ഈ രാത്രി പാർട്ടികൾ, നിശാ പാർട്ടികൾ ഉൾപ്പെടെയുള്ള സാഹചര്യങ്ങൾ, അതായത് അത്തരം പാർട്ടികളിലൊക്കെ DJ പാർട്ടികളിലൊക്കെ അതുകൊണ്ട് തന്നെയാണ് 11 മണിക്ക് ശേഷം DJ പാർട്ടികൾ വേണ്ട, സിറ്റി പോലീസിന്റെ പരിധിയിൽ DJ പാർട്ടികൾ വേണ്ട എന്നുള്ള തീരുമാനം കമ്മീഷണർ എടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയത്. അപ്പോഴും മദ്യത്തിന് അല്ലെങ്കിൽ വിവര സെന്ററുകൾക്ക് 12 മണി വരെ അനുമതി നൽകിയിട്ടുണ്ട്. പക്ഷേ ഇത്തരത്തിൽ ഈ DJ പാർട്ടികൾക്ക് അത് അനുവദനീയമല്ല എന്ന് പറയുമ്പോഴും പോലീസ് മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇത്തരം DJ പാർട്ടികൾ ഇതിന് കേന്ദ്രമായി മാറുന്ന പല റിപ്പോർട്ട്സും പോലീസിന് ലഭിക്കുന്നുണ്ട്. അത്തരം സാഹചര്യങ്ങളുണ്ട്. അതിലെത്തുന്ന ആളുകളെ മറ്റു തരത്തിലേക്ക് മയക്കുമരുന്നിന് അത്തരം ഒരു ഫോക്കസിന്റെ ഭാഗമായിട്ട് ഡ്രാഗ് ചെയ്തിരുന്ന സാഹചര്യമുണ്ട്. അത്തരം സാഹചര്യങ്ങളൊക്കെ തടയിടാൻ വേണ്ടിയിട്ടാണ് കൊച്ചി സിറ്റി പോലീസിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേകം തരം പ്രിക്കോഷൻസ് എടുത്തിട്ടുമുണ്ട്. എന്നിട്ടാണ് ഈ കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ 7.5 കോടിയിലധികം രൂപയുടെ കഞ്ചാവ് അല്ലെങ്കിൽ മയക്കുമരുന്ന് പിടികൂടിയിട്ടുള്ളത്. 587 കിലോ എന്ന് പറയുന്ന നിസാര ഹൈബ്രിഡ് കഞ്ചാവ് ഉൾപ്പെടെയാണ് 587 കിലോ കഞ്ചാവ് എന്ന് വ്യക്തമാണ്. ആജ്ഞാ രവീന്ദ്രനാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. 7.5 കോടിയുടെ കഞ്ചാവാണ് കൊച്ചി സിറ്റി പോലീസ് കത്തിച്ചു കളഞ്ഞത്. അത്രയധികം ലഹരി കേസുകൾ ഓരോ ദിവസവും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. MDMA അതോടൊപ്പം ഹാഷിഷ് ഓയിലടക്കം പല ദിവസങ്ങളിലും പിടികൂടുന്നു. എന്തായാലും പോലീസിന്റെ ഓപ്പറേഷൻ തൂഫാൻ വളരെ ഊർജിതമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.